ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഹോസ്പിറ്റൽ ഡേ കൂടിയാണ് കേട്ടോ. ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു ദിവസമാണ്. അത് ഞാൻ വഴിയേ പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ അലാമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത് കേട്ടോ. കാരണം രാവിലെ എനിക്ക് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേക്കാം, അങ്ങനെയാണ് എഴുന്നേക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എഴുന്നേക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ അലാമൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ 5 മണിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അലാം അടിച്ചപ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്തിട്ട് ഞാൻ പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് വയ്യാതിരിക്കുമായിരുന്നു. അവൾ ചുമയ്ക്കുന്നതനുസരിച്ച് അവൾ ഉണരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണർച്ച വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഞാനും എഴുന്നേക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഉറക്കം കൂടിയാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഉറങ്ങാനും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങിപ്പോകുമല്ലോ. അതാണ് ഇന്ന് താമസിച്ച് എണീറ്റത്. എങ്കിലും ഒത്തിരി താമസിച്ചില്ല, ഒരു 6 മണിക്കൊക്കെ ശേഷമൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യും മുന്നേ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആ ഒരു രീതിയിൽ സ്കൂളിൽ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് അത്രയും കരുതിയിട്ടാണ് ഞാൻ വീഡിയോ സത്യം പറഞ്ഞാൽ എടുത്ത് തുടങ്ങിയത്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ആണ് ഈ ദിവസം എന്നെ വിടുന്നില്ല എന്ന് മനസ്സിലായി. കാരണം അവൾക്ക് വയ്യായിക കൊണ്ട് തന്നെ ആള് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള തീരുമാനം എത്തി. അങ്ങനെ ലീവൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെയാണ് ഇതൊരു ഹോസ്പിറ്റൽ ഡേ കൂടി ആയി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഞാനും അമ്മയും ഈ ദിവസം കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ചേട്ടായി പണിക്ക് പോകുന്നതുകൊണ്ട് പുള്ളീനെ കൊണ്ടുപോകില്ല. ഞാനും അമ്മയും കുഞ്ഞു കൂടിയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മണി തൊട്ടാണ് നമ്മുടെ ഡോക്ടർ ഇരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 2:30 ആയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ പോയിക്കൊണ്ട്. ഓട്ടോയിലാണ് ഞങ്ങൾ പോയത് അങ്ങോട്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇവിടെ ഒരു അക്വേറിയം പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മീനൊക്കെ കണ്ടിട്ട് ഈ ദിവസം അങ്ങനെ അതുമേലൊക്കെ പിടിച്ചും തൊട്ടുമൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അവിടെ വേറെ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ആ മീനിൻ്റെ പുറകെയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾക്കപ്പോൾ 4 നമ്പർ, ബുക്കിംഗ് നമ്പർ. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരേക്ക് അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ അങ്ങോട്ട് കയറ്റി വിട്ടു. അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ദിവസത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഡോക്ടർ പരിശോധിക്കുന്ന സമയത്തൊക്കെ ഈ ദിവസം ഭയങ്കര നിലവിളിയായിരുന്നു. അവൾക്ക് പേടിയാണ്. കാരണം അവളെ ഇഞ്ചക്ഷൻ വെക്കാനാണോ ആ ഒരു ചിന്ത കുട്ടിക്കുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടിയാണ് ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് കേട്ടോ. പക്ഷെ അതിൻ്റെ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ആളെ ഓക്കെ നേരെ ഫാർമസിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ മരുന്നും ബില്ലും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഈ ദിവസമാണെങ്കിൽ അവൾക്ക് പുറത്തോട്ട് പോകണം, അവൾക്ക് നടക്കണം, അവിടേക്ക് ഓടിച്ചാടി നടക്കണം, ആ ഒരു മൈൻഡാണ്. അതുകൊണ്ട് തന്നെ അമ്മയാണെങ്കിൽ പുറകെ ഓടുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിലും ഒട്ടും തന്നെ വയ്യട്ടോ. അമ്മയ്ക്കാണെങ്കിലും മുട്ടിന് പ്രശ്നമുള്ളതുകൊണ്ട്, തേയ്മാനത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അമ്മയ്ക്കാണെങ്കിൽ അവളുടെ പുറകെ ഓടാനും അവളെ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് ഓട്ടോയിലേക്ക് പോകുന്നു. അങ്ങനത്തെ വീടിൻ്റെ അവിടെ എത്തിയിട്ടാ. അപ്പോൾ ഇനി വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട് നടക്കാനായിട്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. അതേ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അപ്പം പഴംപൊരിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ചായ ഇട്ട് പഴംപൊരി കഴിക്കണം. നല്ല ചൂട് പഴംപൊരിയാണ് കേട്ടോ. കൈ പൊള്ളിപ്പോവാ. അതുകൊണ്ടാണ് ഞാനത് ഈ ഒരു ന്യൂസ് പേപ്പറിൽ വെച്ച് കഴിക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.